നമസ്തേ. ചേകാനുപ്രാസ അലങ്കാരത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ചേകഃ നാമ വിദഗ്ധഃ. ചേകഃ എന്ന് പറഞ്ഞാൽ വിദഗ്ധൻ, പണ്ഡിതൻ, ചതുരൻ എന്നീ അർത്ഥമാണ്. ഏവം വിദഗ്ധൈഃ പുരുഷൈഃ പ്രയുക്തഃ അയമലങ്കാരഃ ഭവതി ചേകാനുപ്രാസഃ. അങ്ങനെയെങ്കിൽ വിദഗ്ധന്മാരായ പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട, പ്രയോഗിക്കപ്പെട്ട, ഉണ്ടാക്കപ്പെട്ട, യോജിപ്പിച്ചു വെച്ച അലങ്കാരമാണ് ചേകാനുപ്രാസഃ. ഓക്കെ, ഇനി ഈ ചേകാനുപ്രാസത്തിൽ വരുന്ന വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് അടുത്ത വാക്യം. അനേകേഷാം സ്വരാണാം അനേകേഷാം വ്യഞ്ജനാനാം ച യത്ര ഏകവാരം ആവൃത്തിഃ ഭവതി തത്ര ചേകാനുപ്രാസഃ. എവിടെയാണോ ഒരുപാട് സ്വരാക്ഷരങ്ങളുടെയും ഒരുപാട് വ്യഞ്ജനാക്ഷരങ്ങളുടെയും ഒരു തവണ ആവൃത്തിഹി എന്ന് പറഞ്ഞാൽ ആവർത്തനം ഉണ്ടാകുന്നത്, അത് ചേകാനുപ്രാസ അലങ്കാരത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് സ്വരാക്ഷരങ്ങളുണ്ട് അല്ലേ? അതിലേത് സ്വരാക്ഷരങ്ങളുടെ വേണമെങ്കിലും ആകാം. ആ സ്വരാക്ഷരങ്ങളുടെ ഒരു തവണ ആവർത്തനം എന്ന് പറഞ്ഞാൽ 2 തവണ കാണാൻ സാധിക്കും. അതേപോലെ വ്യഞ്ജനാക്ഷരങ്ങളുമുണ്ട്. ഒരൊറ്റ വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഒരു തവണ ആവർത്തനം എന്ന് പറഞ്ഞാൽ 2 തവണ ആ അക്ഷരങ്ങളെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു കൂട്ടം വ്യഞ്ജനാക്ഷരങ്ങളുടെ ഒരു തവണ ആവർത്തനം അല്ലെങ്കിൽ 2 തവണ ആ ശ്ലോകത്തിൽ, ആ ലൈനിൽ കാണുവാൻ സാധിക്കും എങ്കിൽ അത് ചേകാനുപ്രാസ അലങ്കാരത്തിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു തവണ ആവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഒന്നുണ്ട്, അപ്പോൾ ഒരു തവണ കൂടി ആവർത്തിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 1 + 1 2 തവണ വർണ്ണങ്ങളോ അല്ലെങ്കിൽ പദങ്ങളോ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഉദാഹരണത്തിലേക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും എങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കും. അപ്പോൾ ഈ ഒരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഉദാഹരണമാണ്. ആ ഉദാഹരണം ചേകാനുപ്രാസത്തിൻ്റെ ആണ്. അവിടെ നമ്മൾ കോമൺ ആയിട്ട് അനുപ്രാസത്തിൻ്റെ ആ ഒരു എക്സാമ്പിളായിട്ടാണ് കാണിച്ചത്. ഇന്ന് അത് ചേകാനുപ്രാസത്തിൽ പെടുന്നതാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ആദായ ബകുലഗന്ധാന്തി കുർവൻ പദേ പദേ ഭ്രമരാൻ അയമേതി മന്ദം മന്ദം കാവേരി വാരി പാവന പവനഃ. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ റെഡിൽ എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം 2 തവണ ആവർത്തിച്ചിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഈ അലങ്കാരത്തിൽ ഉൾപ്പെടുത്താം. ഇവയെല്ലാം അടുത്തടുത്താണ് വന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ന ധ ആ 2 അക്ഷരങ്ങളുടെ 2 തവണ വന്നിട്ടുണ്ട്. അതേപോലെ പ അധ 2 തവണ. പിന്നെന്താ മ ന ദ, മ ന ദ. ഇവയും, അതായത് ഈ ഒരു കൂട്ടം വ്യഞ്ജനാക്ഷരങ്ങളുടെ 2 തവണ അവിടെ വന്നിട്ടുണ്ട്. പിന്നെന്താ പാവാന പാവാന, അവിടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടം ഒരു തവണ ആവർത്തനം എന്ന് പറയാം, അല്ലെങ്കിൽ 2 തവണ അവിടെ വന്നിരിക്കുന്നു എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് അലങ്കാരം? ചേകാനുപ്രാസ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന കുറേ ശ്ലോകങ്ങളിലെല്ലാം
അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന ഏതെങ്കിലും ശ്ലോകങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ അക്ഷരങ്ങളുടെ വ്യത്യാസം കാണുകയാണെങ്കിൽ അത് ചേകാനുപ്രാസത്തിൽ വരുന്നതാണോ എന്നുകൂടി ഈ നിയമം അനുസരിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കെ, ധന്യവാദ.